വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ഭരണം ഉറപ്പാണെന്ന് അവകാശപ്പെടുന്ന ധാരാളം പേരെ നമ്മുടെ ചുറ്റിനും കണ്ടുമുട്ടുന്നു. ഒപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് വരാത്തത് വലിയ തിരിച്ചടിയാണെന്ന് വിശ്വസിക്കുന്നവരും UDFിലേക്ക് വരാത്തതാണ് നല്ലതെന്ന് വാദിക്കുന്നവരും നിർബന്ധമായും കേരള കോൺഗ്രസ്സുകൾ ഒരുമിക്കണമെന്നുള്ള വാദമുയർത്തുന്നവരെയും അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFിന് വിജയമുണ്ടാവുകയില്ല, മൂന്നാം ഊഴമാണ് വരാൻ പോകുന്നത് എന്ന അവകാശവാദവും ഒക്കെ നമ്മൾ കാണുകയാണ്. ഇത്തരത്തിലുള്ള സമ്മിശ്രമായ പ്രതികരണങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എന്നെപ്പോലെ തന്നെ നിങ്ങളും കേട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആനുകാലിക രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെയും സമുദായ നേതാക്കളുടെയും പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തെ ഒന്ന് നോക്കിക്കാണുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ നാട്ടകം സുരേഷിന് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത് ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വാസമാണ്. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ നേതാക്കളുടെ എതിർപ്പുകളെ മറികടന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പാർട്ടിയെ എന്തിനു മുന്നണിയിൽ എത്തിക്കണമെന്നതായിരുന്നു എതിർപ്പ് ഉന്നയിച്ചവരുടെ ചോദ്യം. കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയത് ഒരു കാരണവുമില്ലാതെ. അതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ ശക്തമായ നിലപാടാണ് കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം പഞ്ചായത്തുകൾ, നഗരസഭ എല്ലാം UDFിനാണ്, കേരള കോൺഗ്രസിനാണ് ഞങ്ങൾ തോൽപ്പിച്ചത്. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലയിൽ ഇന്ന് അത്ര വലിയൊരു പാർട്ടിയൊന്നുമല്ല. കേരള കോൺഗ്രസ് എമ്മിനെ ലക്ഷ്യമിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും നടത്തിയ നീക്കങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് നടത്തിയ പ്രതികരണമാണിത്. കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകത്തിൽ തന്നെ മുന്നണി പ്രവേശനത്തെ കോൺഗ്രസ് എതിർത്തു. പ്രദേശ തെരഞ്ഞെടുപ്പ് ഫലമടക്കം ചൂണ്ടിക്കാട്ടിയാണ് കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരേണ്ടെന്ന നിലപാട് കോട്ടയത്തെ കോൺഗ്രസ് സ്വീകരിച്ചത്. ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള ജില്ലകളിലെ കോൺഗ്രസ് നേതൃത്വത്തിനും സമാനമായ നിലപാടായിരുന്നു. ചില നിയമസഭാ സീറ്റുകളിൽ കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കും എന്നുള്ളതാണ് മധ്യ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പിന് കാരണം. കോൺഗ്രസ് മത്സരിക്കാൻ തയ്യാറായിരിക്കുന്ന കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഏറ്റുമാനൂർ, ഇടുക്കിയിലെ പീരുമേട്, പത്തനംതിട്ടയിലെ റാന്നി, എറണാകുളത്തെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, ആലപ്പുഴയിൽ ചെങ്ങന്നൂർ, തൃശൂരിലെ ചാലക്കുടി തുടങ്ങിയ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എത്തിയാൽ കോൺഗ്രസിന് സീറ്റ് നഷ്ടമാകും. മുതിർന്ന ചില നേതാക്കൾ KPCCയെയും UDF നേതൃത്വത്തെയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. നിലവിലുള്ള UDF ശക്തമായി തെളിയിച്ചതാണ്. ജില്ലാ പഞ്ചായത്ത് UDF തിരിച്ചു പിടിച്ചു, എല്ലാ മുനിസിപ്പാലിറ്റി UDF പിടിച്ചു, പഞ്ചായത്തുകൾ UDF ജയിച്ചു. അപ്പോ ഇപ്പൊ തന്നെ UDF ശക്തമാണ്. കോട്ടയം ജില്ലയിൽ ചരിത്രമുള്ള എല്ലാ അടിത്തറയും UDFിനുണ്ട്. LDFിൽ തുടരുകയാണെന്ന് ജോസ് കെ മാണി പ്രഖ്യാപിച്ചതോടെ ചില കോൺഗ്രസ് നേതാക്കൾ ഹാപ്പി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി പലരും വീണ്ടും മണ്ഡലങ്ങളിൽ സജീവം. കേരള കോൺഗ്രസ് എം LDFിൽ തുടരുന്നതിൽ സന്തോഷിക്കുന്നത് കോൺഗ്രസുകാർ മാത്രമല്ല, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമുണ്ട്. അതിനെല്ലാം ഉപരി പാലായിൽ വീണ്ടും ഇറങ്ങാനൊരുങ്ങുന്ന മാണി സി കാപ്പൻ ഡബിൾ ഹാപ്പി. ഈ അടുത്ത കാലത്ത് കേട്ടതിൽ ഏറ്റവും രസകരമായൊരു വാർത്തയാണ് ഇത്. വളരെ രസകരമായൊരു വാർത്തയാണ്. കാരണം ഇവിടെ കോൺഗ്രസ് ശ്രീ നാട്ടകം സുരേഷിൻ്റെ പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ആയിരുന്നു സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് തോന്നും. അത്രത്തോളം രാഷ്ട്രീയമായ യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണെന്നല്ല കേട്ടോ, ഇത് രാഷ്ട്രീയമായ ഒരു നിരീക്ഷണം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് ആയിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കേരള കോൺഗ്രസിനെയാണ് ഞങ്ങൾ തോൽപ്പിച്ചത് എന്ന രീതിയിലാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന. പക്ഷേ ഇതിൻ്റെ കാരണം ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ച മാധ്യമപ്രവർത്തകൻ തന്നെ പറയുന്നു, കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ഭാഗങ്ങളിൽ MLA കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ആ കുപ്പായം നഷ്ടപ്പെടാനുള്ള സാധ്യത മൂലം കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരരുത് എന്ന് ശക്തമായി ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇനി PJ ജോസഫ് പക്ഷത്തെയാണെങ്കിൽ ഒതുക്കാം, അവിടെ ഒതുക്കിക്കൊണ്ട് ആ സീറ്റുകളെല്ലാം കേരള കോൺഗ്രസ്സിന് സ്വാധീനമുള്ള മേഖലയിൽ കേരള കോൺഗ്രസ് എം വരാത്തത് കൊണ്ട് അവിടെ കുറേ സീറ്റുകൾ കോൺഗ്രസ്സിന് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് പിടിച്ചു മേടിക്കാനും സാധിക്കും. അങ്ങനെ തങ്ങളുടെ MLA കുപ്പായത്തെ ഒന്ന് ഉറപ്പിക്കുവാനുള്ള അവസരമാണ് ജോസ് കെ മാണി പക്ഷം ഇടതുപക്ഷത്ത് ഉറച്ചു നിന്നതിലൂടെ കിട്ടിയിരിക്കുന്നതെന്നുള്ള സമാശ്വാസമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനകത്ത് മറ്റൊരു വർമ്മശം കൂടിയുണ്ട്. ഇവിടെ ഇടുക്കിയിലെ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. കോട്ടയത്തെ. അപ്പോൾ ജോസ് കെ മാണി വിഭാഗം UDFിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു കാലുവാരൽ ഉറപ്പായിരുന്നുവെന്ന് ചുരുക്കം. കാരണം
MLA ആകാൻ വേണ്ടി കുപ്പായം തയ്പ്പിച്ച് വെച്ചിരുന്ന നേതാക്കൾക്ക് സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായും ആ സീറ്റ് UDF ആർക്ക് കൊടുക്കും? കേരള കോൺഗ്രസ് മാണിപക്ഷത്തിന് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ MLA കുപ്പായം തയ്പ്പിച്ച് വെച്ചിരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ കാലുവാരുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ UDFന് കുറേ മണ്ഡലങ്ങൾ നഷ്ടപ്പെടുകയും അത് LDFന് മൂന്നാം ഊഴത്തിന് കാരണമാവുകയും ചെയ്യുമായിരുന്നുവെന്ന രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നവരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇനി ഈ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള കാരണമായി നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. കോൺഗ്രസ് അടുത്ത പ്രാവശ്യം UDF അധികാരം പിടിക്കുമെന്നുള്ളതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം ഇത്രയേ ഉള്ളൂ: ഭരണവിരുദ്ധ വികാരം. അതൊരിക്കലും ഇവിടെ കോൺഗ്രസ്സുകാർ അവകാശപ്പെട്ടതുപോലെ കോൺഗ്രസ്സുകാരുടെ പ്രവർത്തന മികവ് കൊണ്ടൊന്നുമല്ല. കഴിഞ്ഞ LDF സർക്കാരിനെതിരെ നടത്തിയ ജനകീയ പ്രക്ഷോഭങ്ങൾ കൊണ്ടോ LDF സർക്കാരിൻ്റെ ഭരണ പരാജയത്തെ UDF ഉയർത്തിക്കാട്ടിയത് കൊണ്ടോ അല്ല UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ കിട്ടാൻ പോകുന്നത്. മറിച്ച് ഭരണവിരുദ്ധ വികാരം, നിലവിലുള്ള ഭരണത്തോട് ജനങ്ങൾ മടുത്തു. ആ മടുപ്പ് മൂലം വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് UDFന് അധികാരം കിട്ടിയാൽ കിട്ടാൻ പോകുന്നത്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെയോ UDF നേതാക്കളുടെയോ കേരള കോൺഗ്രസ് ജോസഫ് നേതാക്കളുടെയോ നന്മ കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല അധികാരം കിട്ടിയാൽ കിട്ടാൻ പോണത്. വിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്, മൂന്നാം ഊഴമെന്ന വാദം ചിലർ ഉയർത്തുന്നുണ്ട്. ഈ മൂന്നാം ഊഴത്തിൻ്റെ കാരണം എന്താണ്? ഒപ്പം LDFൽ ജോസ് കെ മാണി പക്ഷം ഉറച്ചു നിൽക്കാനുള്ള കാരണം എന്താണ് എന്ന് അനേക രാഷ്ട്രീയമായി സജീവമായി നിൽക്കുന്നവരോട് ചർച്ച ചെയ്യുകയും ഒപ്പം ഈ SNDP NSS അടങ്ങുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കാന്തപുരം അടങ്ങുന്ന ഇവർ നടത്തിയ പ്രസ്താവനകളൊക്കെ കൂട്ടി വായിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ജോസ് കെ മാണി പക്ഷം LDFൽ ഉറച്ചു നിൽക്കുവാൻ ചില കാരണങ്ങളുണ്ട് എന്നാണ് നമുക്കത് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ കൃത്യമായും NSSും SNDPയും കൂടി അടുക്കുകയാണ് എന്നുള്ള വാർത്ത ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് NSSൻ്റെയും SNDPയുടെയും നേതാക്കൾ ശക്തമായി അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മൂന്നാം ഊഴത്തിൻ്റെ മണം അന്തരീക്ഷത്തിൽ ഉണ്ട് എന്ന് പറയുന്നവരെ നമുക്ക് അങ്ങോട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. മറ്റൊന്നാണ്, AP വിഭാഗം കൃത്യമായി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ശരിയല്ല. LDFും പറയുന്നു ജമാഅത്തെ ഇസ്ലാമി ശരിയല്ല. അപ്പം AP വിഭാഗവും LDFും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഒരേ നിലപാടാണ്. NSSും SNDPയും ഈ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും NSSും SNDPയും യുടെയും പ്രസ്താവനകൾ കൂട്ടി വായിക്കുമ്പോൾ അവരും ഒരു ഏകീകരണത്തിന് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ NSSും SNDPയും AP വിഭാഗവും ഒപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗവും ആർക്കനുകൂലമായി ചിന്തിക്കുന്നുവോ അവിടേക്ക് അധികാരം പോകുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരു ഫോർമുല, അധികാരം പിടിച്ചെടുക്കാനുള്ള ഫോർമുല കിട്ടാനുള്ള ഒരു സാഹചര്യം, ചേരുവ LDFന് അനുകൂലമാണ് എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരെ നമുക്ക് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. അത് വലിയൊരു സാധ്യത തന്നെയാണ്. മറ്റൊന്ന്, UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ മുസ്ലിം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ശക്തമായ ആരോപണം വരും നാളുകളിൽ ഒട്ടുമിക്ക മലയാളികളുടെ വാട്സപ്പുകളിലേക്കും എത്തും. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിനെ വെള്ളപൂശിക്കൊണ്ട് KM ഷാജി അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവന, ഒപ്പം KM ഷാജിയുടെ തന്നെ മതമാണ് 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 എന്നുള്ള പ്രസ്താവനയും വരും നാളുകളിൽ മതേതര കേരളം ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള പ്രസ്താവനകളും കേരള ജനതയുടെ വാട്സപ്പുകളിലേക്ക് എത്തും. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വാക്ക് LDF ഉപയോഗിക്കുകയില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ അഥവാ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പേടി ശക്തമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരികയും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണെന്നും അതിന് സ്വാധീനമുണ്ടാകുന്ന പ്രദേശങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാവുന്നവരുമായവർ ഈ മുസ്ലിം ലീഗിൻ്റെയും VD സതീശിൻ്റെയും ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിന് മൂലം UDFന് വോട്ട് ചെയ്യുവാൻ മടിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും? അത്തരം നിരീക്ഷണങ്ങൾ മുമ്പോട്ട് വെക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ തരംഗം പോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം വിരുദ്ധ തരംഗവും ഉണ്ടാകാം. ഇപ്പോൾ ഭരണവിരുദ്ധ തരംഗം UDFന് അനുകൂലമാകുമ്പോൾ
പൊളിറ്റിക്കൽ ഇസ്ലാം വിരുദ്ധ തരംഗം ആർക്കനുകൂലമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയം ആരോടൊപ്പം നിൽക്കുമോ അങ്ങോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അപ്പം ജോസ് കെ മാണി പക്ഷത്തിൻ്റെ LDF ഉറച്ചു നിൽപ്പ്, ഭരണവിരുദ്ധ വികാരത്തിലെ UDF ഉറച്ചു നിൽപ്പും, എന്നാൽ NSSും SNDPയും കാന്തപുരം വിഭാഗവും എടുക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളുമെല്ലാം കേരള രാഷ്ട്രീയം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ളതായ രാഷ്ട്രീയ നീക്കങ്ങളുടെയും ചരടുവലികളുടെയും നാളുകളായിരിക്കുമെന്നുള്ളതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് കേരള കോൺഗ്രസിൻ്റെ 2 നേതാക്കളോടും 2 വിഭാഗത്തോടുമാണ്. ഇവിടെ ഒരു വിഭാഗം പറയുന്നു, ചിലർ പറയുന്നു രണ്ടില വാടിക്കരിഞ്ഞു പോയ രണ്ടിലേക്ക് ഇനി വെള്ളമൊഴിക്കണ്ട എന്നുള്ള പ്രസ്താവന നമ്മൾ കണ്ടു. പരുന്തിൻ്റെ മുകളിലിരിക്കുന്ന കുരുവിയാണ് എന്നുള്ള പ്രസ്താവനയും നമ്മൾ കണ്ടു. ഇതിനെയൊക്കെ വെറും രാഷ്ട്രീയത്തിൻ്റെ പക്വതയില്ലായ്മ എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്നറിയാമോ? കേരള കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ വാക്പയറ്റ് നടത്തിയത് 80-20 സ്കോളർഷിപ്പ് ഉണ്ടല്ലോ, 80:20 സ്കോളർഷിപ്പിൻ്റെ പേരിലല്ല. സുപ്രീം കോടതിയിൽ 80-20 സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് LDFും UDFും സുപ്രീം കോടതി അപ്പീൽ പോയിട്ടുണ്ട്. ആ അപ്പീൽ പിൻവലിക്കണമെന്നും പറഞ്ഞല്ല കേരള കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ വാക്പയറ്റ് നടത്തിയത്. നെല്ല് കർഷകരുടെ നെല്ല് സമയത്ത് സംഭരിക്കണമെന്നും പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ വാക്പയറ്റ് നടത്തിയത്, നിങ്ങൾ ഏറ്റുമുട്ടിയത്. കർഷകരെ ആന ചവിട്ടിക്കൊന്നു, എത്ര പേരെ പട്ടി കടിച്ചു കൊന്നു, എത്ര പേരെ പുലി പിടിച്ചു. നെല്ലിനും തേങ്ങയ്ക്കും റബ്ബറിൻ്റെയും ഒക്കെ വിലയെ സംബന്ധിച്ച വിഷയങ്ങളിലല്ല കേരള കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ വാക്പയറ്റ് നടത്തിയത് എന്ന് മനസ്സിലാക്കുവാൻ ബോധമുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് നേതാക്കൾ ഓർമ്മിപ്പിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ ശക്തമായ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ടതിൻ്റെ പേരിലല്ല, മുനമ്പത്തിൻ്റെ പേരിലല്ല നിങ്ങൾ തർക്കിക്കുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്ക് കരമടയ്ക്കാൻ ആവാത്ത വിധം അവർ പ്രതിസന്ധിയിലായതിൻ്റെ പേരിലല്ല നിങ്ങൾ തർക്കിച്ചത്. JB കോശി കമ്മീഷന്റെ പേരിലല്ല നിങ്ങൾ തർക്കിച്ചത്. തടയപ്പെട്ട പല നിയമനങ്ങളുടെയും പേരിലല്ല നിങ്ങൾ തർക്കിച്ചത്. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ നിൽക്കുകയും ഒപ്പം കേരള കോൺഗ്രസിൻ്റെ 2 ഗ്രൂപ്പുകാരും ഓർക്കേണ്ട കാര്യമുണ്ട്. LDFും UDFും നിങ്ങളെ മാനിക്കുന്നത് മാണി സാറിൻ്റെയോ PJ ജോസഫ് സാറിൻ്റെയോ പോലെയുള്ള വ്യക്തിവൈശിഷ്ട്യം അല്ലെങ്കിൽ അവരവരുടെ കഴിവ് തെളിയിച്ചവരാണ്. കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാക്കളെ പോലെ കഴിവ് തെളിയിച്ചതിൻ്റെ പേരിലല്ല ഇപ്പോഴുള്ള കേരള കോൺഗ്രസ്സുകാരെ LDFും UDFും മാനിക്കുന്നത്. മറിച്ച് നിങ്ങൾ ക്രൈസ്തവ സമുദായത്തിലെ ഒരു വിഭാഗത്തെയെങ്കിലും കുറച്ച് പേരെയെങ്കിലും നിങ്ങൾ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവരറിയുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങളെ സമുദായം എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളെ സമുദായത്തിൻ്റെ നേതാക്കളായി പ്രതിനിധികളായി LDFും UDFും കരുതുന്നത് കൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ 2 പക്ഷത്തെയും LDFും UDFും അംഗീകരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അല്പമെങ്കിലും എളിമയോടെ നിങ്ങൾക്ക് നിൽക്കുവാൻ ഇതിടയാക്കട്ടെ. അതോടൊപ്പം ഒരു കാര്യം പറയാമല്ലോ, ഇവിടെ പറഞ്ഞ് കേരള കോൺഗ്രസ് മാണി വിഭാഗം തീരും. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തീർന്നുവെന്ന് പറഞ്ഞതാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായ ഭരണവിരുദ്ധ വികാരമുണ്ടായി അത് UDFിന് അനുകൂലമാവുകയാണെങ്കിൽ ജോസഫ് പക്ഷത്തിന് അതിൻ്റെ നേട്ടമുണ്ടാകും. അടുത്ത തെരഞ്ഞെടുപ്പിലോ അതിൻ്റെ പിന്നത്തെ തെരഞ്ഞെടുപ്പിലോ സ്വാഭാവികമായും അത് LDFിന് അനുകൂലമാവുകയും ജോസ് കെ മാണി പക്ഷത്തിന് അനുകൂലമാവുകയും ചെയ്യും. കാരണം ഞങ്ങൾ ഈ രണ്ടിലേക്കും ഈ കൈപ്പത്തിക്കും ഈ കോവണിക്കും അരിവാൾ ചുറ്റിക്കും കുത്തി ശീലിച്ചു പോയവരാണ്. ഈ ചിഹ്നം കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ കുത്തിപ്പോയവരാണ്. ഞങ്ങളുടെ മക്കൾക്ക് ജോലിയില്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നാട് കടം കൊണ്ട് നശിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പിള്ളേർക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാൻ പറ്റിയ കോഴ്സുകൾ ഇവിടെ തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി കേരളത്തിന് വെളിയിലേക്കും ഇന്ത്യക്ക് വെളിയിലേക്കും സ്ഥലം വിറ്റും ലോൺ എടുത്തും മക്കളെ അയച്ചാലും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ രണ്ടിലേക്കും കൈപ്പത്തിക്കും കോണിക്കും അതുപോലെ അരിവാൾ ചിറ്റിയൊക്കെ മാറി മാറി കുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരാണ്. പാർട്ടി അടിമത്തം പേറുന്ന ഒരു ജനതയുള്ള നാടാണ്. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതുകൊണ്ട് മാറി മാറി കുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ പാർലമെൻ്ററി വ്യാമോഹത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുന്നതിന് വോട്ടർമാരുടെ പക്ഷത്ത് നിന്ന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്.